അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ നമ്മളെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം വ്ലോഗുകളാണ് കേട്ടോ. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളെ ലൈക്കും കമൻറ്റിനൊക്കെ അനുസരിച്ചാണ് നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തട്ടോ. അതിനാണ് ഈ പറയുന്നത്. ഓക്കെ, നമ്മളെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ ചായ ഇവിടെ ആയിട്ടോ. പിന്നെ ചായ ആയി നമുക്ക് അടുത്തത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നല്ലേ. ഇന്ന് നമ്മൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, വിനൂസിന് അത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഇത് ഓക്കെന്നെ ഉള്ളു കേട്ടോ, പക്ഷെ എടുത്ത ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയെന്ന് മാത്രം. ഇതാ ബാലവാടിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ശർക്കര പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറുക്കാക്കുക. പിന്നെ ഓൾക്ക് ഏതാണോ ഇഷ്ടം അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി കൊടുത്തിട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ലതാണ് പറഞ്ഞാൽ ഇത് നല്ല ഗുണങ്ങളുള്ള സംഭവങ്ങളൊക്കെയാണ് എല്ലാം ചേർന്നിട്ടുള്ളത്. എന്തായാലും റാഗി സംഭവങ്ങളൊന്നും ഓള് കഴിക്കൂല. അപ്പോൾ ഇഷ്ടമുള്ളൊരു സംഭവം ഇതാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കൊടുക്കും. കുറേ പരിപ്പ് വർഗ്ഗങ്ങളും ഒക്കെ ധാന്യവർഗ്ഗങ്ങളൊക്കെ പെട്ടതല്ലേ. അപ്പോൾ പിന്നെ ഇത് മതി ചോദിച്ചപ്പോൾ ഓളത് മതി പറഞ്ഞിട്ടോ. നമുക്കാണെങ്കിൽ ഇത് കൊടുന്ന് വെച്ചതുണ്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇന്നിതാ നമ്മൾ അമൃതം പൊടി കുറുക്കിയതാണ് കേട്ടോ നോക്കുള്ളത്. പക്ഷെ എന്തായാലും എന്തുള്ളൂ അറിയാം, ഓളെന്തെങ്കിലും ഒന്ന് രാവിലെ കഴിച്ച് വയറരച്ച് കഴിച്ച് പോയാൽ മതി എന്നുള്ളൂ കേട്ടോ. ഇതാണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ കഴിക്കും. അപ്പാണെങ്കിൽ 2 എണ്ണം. അപ്പാണ് ആകെ ഇഷ്ടമുള്ള സംഭവം. അത് 2 എണ്ണമൊക്കെ കഴിക്കുള്ളൂ. ഇത് ഓൾക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് ഓള് വയറ് ഫുള്ള് ഫില്ലാക്കി കഴിച്ചോളൂ. മധുരം വേണം കേട്ടോ. നമ്മൾ ഇതിലത്തെ മധുരം മാത്രം പോരാ, എക്സ്ട്രാ ഓക്ക് മധുരം നമ്മൾ ചേർത്ത് കൊടുക്കണം. തേങ്ങ ഒന്നും വേണ്ട കേട്ടോ. തേങ്ങയോട് അതേ അലർജി ഉള്ളതാണ് ഓള്. അപ്പം എനിക്കത് പറ്റൂല. അപ്പം എന്താക്കണം, വേറെ എന്തെങ്കിലുമൊക്കെ ആക്കണം നമുക്ക്. എനിക്കിതൊക്കെ എന്താ പറയുക, കുറച്ച് നെയ്യൂടെ ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് തൂവി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷേ ആ നെയ്യിൻ്റെ സ്മെല്ലൊക്കെ പറ്റില്ല. ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടാണ്. ഇത്ര ഉള്ള അപ്പം ഇന്നത്തെ നമ്മളെ ഓക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെന്ന് പറയുന്നത്. ഇനി ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്ക് സമയമാകുമ്പോൾ ഓള് വന്ന് കഴിച്ചോളൂ. ഇതൊക്കെ നമ്മൾ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. അവളെ മാറ്റിൽ കഴിഞ്ഞിട്ടുള്ളൂ, എന്തായാലും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് അടച്ചു വെക്കാം. ചായ ഇതാ അതോടെ സെറ്റ്. എവിടെ ഡി അതാ നമ്മളെ പാത്ത് പോയിട്ടോ. ഓളിന്ന് ലാപ്പാൻ്റെ കൂടെ പോകണമായിരുന്നു. ഓൻ പോയിട്ടില്ലെങ്കിൽ അവൻ്റെ കൂടെ പോവും, അല്ലെങ്കിൽ ഓള് നടന്നു പോകും എന്ന് പറഞ്ഞിട്ടോ. 8:00 ക്ലാസ് തുടങ്ങണത്. 8 മണി ആയിട്ടപ്പം. അങ്ങനെ ഇതാ ഞാൻ ചായ കുടിച്ചിട്ടോ. ഞാൻ പിന്നെ കടി ഉണ്ടാക്കാമെന്നൊന്നും ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഞാനിതാ ബ്രെഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ 2 ബ്രെഡ് കഴിച്ചു. 3ാമത്തെ ബ്രെഡ് എടുത്തത് അതുപോലെ ബാക്കിയാക്കിട്ടോ. പിന്നെ നമുക്ക് പോവാനായിട്ട് ഒരുങ്ങാൻ നോക്കാം. എന്തോ പ്രത്യേകിച്ച് ഇപ്പോൾ പണിയൊന്നുമില്ല. പിന്നെ നമുക്ക് വന്നതിന് ശേഷം ഫുഡാക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പോൾ ഫുഡാക്കി പോയാൽ മഴയല്ലേ. അപ്പോൾ നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ട് ഇതാ പറ്റ തണുത്ത് ഇങ്ങോട്ട് ഇതായിട്ടുണ്ടാവും, ഒരു പരിവായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോകുമ്പോൾ ചോറൊന്നും വെച്ച് പോകാം. നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ലല്ലോ. ഒരു കുക്കറിൽ 2 അടി അടിച്ചാൽ നമ്മൾ ചോറാവും. പിന്നെ നമ്മൾ ഇങ്ങനെ എന്തിനാ വെറുതെ തണുത്ത് ആലുമ്പായാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫുഡ് ഹെവി ആയിട്ട് കഴിക്കുന്നതും വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു പൊരിയോ അല്ലെങ്കിൽ മുട്ട പൊരിയോ അങ്ങനെയൊക്കെ ആയിട്ടിട്ടോ
സാറ്റർഡേ സൺഡേ ഇതാണ് ഞങ്ങളെ മെയിനായിട്ട് എന്താ തിന്നാനുള്ള ദിവസം. അത് നന്നായിട്ട് നമ്മളെന്തെങ്കിലും കാക്കും, അത്ര തന്നെ കേട്ടോ. അതും മിന്നുവിന് ട്യൂഷൻ ഇല്ലാത്തൊക്കെ കേട്ടോ. ഓള് പോവുകയാണെങ്കിൽ പിന്നെ ഓളും വൈകുന്നേരത്തേക്കാണ് വരുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെയുണ്ട്, വലിയൊരു ഇതില്ലല്ലോ എന്ന് അറിയാണ്ട് ചിലപ്പോൾ അന്നും വലിയ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. തട്ടിയും മുട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളുള്ളൂ. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ പോരുന്ന ആ ഒരു ഇതാവും കേട്ടോ. പിന്നെയൊക്കെ വേണമെങ്കിൽ ആരെ കൊണ്ടെങ്കിലൊക്കെ പറഞ്ഞ് കൊണ്ടിരിപ്പിച്ചാൽ കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അപ്പോൾ കൂടുതലായിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ കേടൊന്നും പോകും. സാധനം നശിപ്പിച്ചാൽ പറ്റില്ലല്ലോ, അതിന് മാത്രമൊന്നുള്ളത് നമ്മൾ ആക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ പോകാനായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഡോറ് ജസ്റ്റ് ഒന്ന് ചാരം ഓഫാക്കി. ഓക്കെ, നമ്മൾ പോയിട്ടോ. പിന്നെ നമുക്ക് ലഞ്ച് സ്കൂളിൽ തന്നെയാണല്ലോ. ഒന്ന് ചിക്കനും പൂളിയും കാബേജ് തോരനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സ്പെഷ്യൽ ഐറ്റംസും ഉണ്ടായിരുന്നു, വേറെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയിട്ടാട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മൾ വന്നപ്പോൾ നമ്മൾ അവിടെ താഴെ നെയ്ച്ചോറും ബീഫും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുട്ടി അപ്പോൾ അത് തിന്നാനിരിക്കാൻ കേട്ടോ. തിന്നോ. ഭയങ്കര കൊതുശല്യം കേട്ടോ അവിടെ. അപ്പോൾ ഒന്നായിട്ടാണ് പുകയിച്ചേരുന്ന ഞാൻ കൊടുന്നാണ്. ഇവിടെ ഒന്നാണ് പുകഞ്ഞ് ഫുള്ള് പുകയായാൽ ഇത് ഇവിടെ നിർത്തുണ്ടോ. പുകഞ്ഞോട്ടെ എന്നല്ല ഇത് പറഞ്ഞത്, പുകയിട്ട് നമ്മളെ കൊതുക് നിവാരണമാണ്.